ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു BiteNBetter. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാസ് ആൻഡ് വേർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈസ് ആം ആർ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് വാസ് ആൻഡ് വേർ. ഈസ് ആം ആർ പോലെ തന്നെ വാസും വേറും നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. പക്ഷേ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. ഈസ് ആം ആർ ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വാസ് ആൻഡ് വേർ ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, മലയാളത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്, ഞാൻ അവിടെയായിരുന്നു, ഞാൻ അവൻ്റെ കൂടെയായിരുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു, ഞങ്ങൾ പോവുകയായിരുന്നു, ഞങ്ങൾ മൂവി കാണുകയായിരുന്നു. ഇത്തരത്തിൽ ആയിരുന്നു എന്നർത്ഥം വരുന്ന ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ഡെയിലി പറയാറുണ്ട്. ഈ ആയിരുന്നു എന്നർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുന്നത്. രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ പിന്നെ അവ തമ്മിൽ എന്ത് ഡിഫറൻസ് എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? രണ്ടും ഒരേ അർത്ഥത്തിലാണെങ്കിലും രണ്ടിൻ്റെ കൂടെ വരുന്ന സബ്ജക്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഒരു വ്യക്തിയോ ഒരു സാധനമോ ആയിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. വളരെ സിമ്പിൾ ആണ്. സിംഗുലർ ഒന്നാണ് അർത്ഥമെങ്കിൽ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്നായിരിക്കും. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റുകളായ ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ വാസ് ആണ് നമ്മൾ എഴുതുന്നത്. ഉദാഹരണത്തിന്, ഷീ വാസ് ഇൻ ഇന്ത്യ ലാസ്റ്റ് മന്ത്. അവള് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ആയിരുന്നു. ശ്രദ്ധിക്കുക, ആയിരുന്നു. അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആയിരുന്നു എന്നർത്ഥം വരുന്ന രീതിയിലാണ് നമ്മൾ ഏത് വേർഡ്സ് ഉപയോഗിക്കുന്നത്? വാസും വേറും ഉപയോഗിക്കുന്നത്. വ്യത്യാസം വരുന്നത് സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ മാത്രമാണ്. She was in India last month. He was late. അവൻ ലേറ്റ് ആയിരുന്നു. The movie was interesting. ആ മൂവി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. It was very hot yesterday. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. എല്ലാ എക്സാമ്പിളിലും എന്ത് തന്നെയാണ്? ആയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വാസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം വേറെ യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ കൂടെ ആയിരിക്കും? പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ആയിരിക്കും. വി, യു, ദേ ആണ് പ്ലൂറൽ സബ്ജക്റ്റുകൾ. അതിൻ്റെ കൂടെ നമ്മൾ ആയിരുന്നു എന്ന അർത്ഥത്തിൽ എന്ത് ഉപയോഗിക്കും? വേർ ഉപയോഗിക്കും. വി വേർ ദ ചാമ്പ്യൻസ്. ഞങ്ങൾ ചാമ്പ്യൻസ് ആയിരുന്നു. ദേ വേർ വെരി ക്ലവർ. അവർ ഭയങ്കര ബുദ്ധിമാന്മാരായിരുന്നു. വേർ യു? നീ എവിടെയായിരുന്നു? വി വേർ ഇൻ ദ തിയേറ്റർ. ഞങ്ങൾ തിയേറ്ററിൽ ആയിരുന്നു. ഇപ്പം രണ്ട് തരത്തിലാണ് നമ്മൾ പറഞ്ഞത്. വാസും വേറും രണ്ടിനും എന്തർത്ഥം തന്നെയാണ്? ആയിരുന്നു എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ് വരുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും വേർ വരുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആണ് എന്ന അർത്ഥത്തിൽ ഐൻ്റെ കൂടെ നമ്മൾ ആം മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഐൻ്റെ കൂടെ ആയിരുന്നു എന്ന അർത്ഥത്തിൽ വാസും വേറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐ വാസ് എ ഷെഫ്. ഞാനൊരു ഷെഫായിരുന്നു. ഐ വാസ് സോ ഹാപ്പി യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വാസിനും വേറിനും ഇത് കൂടാതെ ഒരു യൂസ് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതായത് പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കാണിക്കാനും നമ്മൾ എന്ത് തന്നെയാണ് ഉപയോഗിക്കുക? വാസ് അല്ലെങ്കിൽ വേറ് തന്നെയാണ്. പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിന് തൊട്ട് മുൻപ് എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷനെ കുറിച്ച് സംസാരിക്കാനും നമ്മൾ എന്തുപയോഗിക്കും? വാസ് അല്ലെങ്കിൽ വേറ് ഉപയോഗിക്കും. അർത്ഥം എന്ത് തന്നെയാണ്? ആയിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. അതായത് എക്സാമ്പിൾസ് പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഹി വാസ് വാച്ചിങ് എ മൂവി. അവനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് വാച്ചിങ് എ മൂവി. സാം വാസ് റൈറ്റിംഗ് എ നോവൽ. സാം ഒരു നോവൽ എഴുതുകയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്യുകയായിരുന്നു. ഷീ വാസ് റീഡിങ് എ ബുക്ക് 10 minutes ago. 10 മിനിറ്റ് മുൻപ് അവളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വി വർ ഈറ്റിംഗ് പോപ്കോൺ. ഞങ്ങൾ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വർ ഗോയിങ് ടു ദി സൂ.
ദേ വർ ഗോയിങ് ടു ദ സൂ. അവർ സൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കാണിക്കാനും നമ്മൾ എന്ത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? വാസ് അല്ലെങ്കിൽ വേറിന് ശേഷം വരുന്ന വെർബിന് ING രൂപമാണ് ഉപയോഗിക്കുന്നത്. വാച്ചിങ്, റൈറ്റിംഗ്, റെയിനിങ്, റീഡിങ്, ഈറ്റിംഗ്, ഗോയിങ് എന്നിങ്ങനെ. പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറിന് ശേഷം വെർബിൻ്റെ ING ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാസും വേറുമാണ്. ആയിരുന്നു എന്നർത്ഥത്തിലാണ് വാസും വേറും ഉപയോഗിക്കുന്നത്. പക്ഷേ സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ വാസ് ഉപയോഗിക്കുന്നു, പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ വേർ ഉപയോഗിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.